യാക്കോബിന്റെ ലേഖനവും റോമാലേഖനവും തമ്മിൽ അഭേദ്യമായ ബന്ധം ഉണ്ടെന്ന് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. अक्सर मैंने कहा है और हमने सुना है कि रोमियो के पत्री और याकूब के पत्री में एक बड़ा समांतर है, एक रिश्ता है. റോമാലേഖനം ലേഖനങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഒരു ലേഖനമാണ്, ഒത്തിരി അധ്യായങ്ങളുള്ള ഒരു ലേഖനമാണ്. रोमियो की पत्रियों के समान में एक बहुत बड़ा पत्री है और अनेक उसमें अध्याय है. എന്നാൽ അധ്യായം കൊണ്ട് വളരെ ചെറിയ ഒരു ബുക്കാണ്, ഒരു എപ്പിസ്റ്റലാണ് യാക്കോബിന്റെ ലേഖനം. मगर अध्यायों से के तुलना में एक छोटी पत्री है याकूब की पत्री. ഈ വലുതും ചെറുതും തമ്മിലുള്ള കമ്പാരിസൺ, സാമ്യം എന്താണ്? और इस बड़ा और छोटा के बीच में अंतर क्या है? റോമാലേഖനത്തിലെ വിഷയം, ടോപ്പിക്ക് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. रोमियो की पत्री की जो विषय है विश्वास के द्वारा धार्मिकता डरना. എന്നാൽ യാക്കോബിന്റെ ലേഖനത്തിലെ ടോപ്പിക് എന്താണ്? പ്രവൃത്തിയാലുള്ള നീതീകരണമാണ്. मगर याकूब के पत्री की उस विषय क्या है? प्रवृत्ति के द्वारा धार्मिकता हासिल करना. ഇത് രണ്ടും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ അനിവാര്യമായ ഘടകങ്ങളാണ്. और ये दोनों बात हमारे मसीह जिंदगी में जरूरी बातें हैं. നമ്മുടെ വിശ്വാസത്തിന്റെ ആത്മീയമായ നിലവാരത്തെ കുറിച്ചാണ് റോമാലേഖനം പറയുന്നത്. रोमियो के पत्री में हमारे विश्वास की जिंदगी की आत्मिक उस स्तर के बारे में कहते हैं. എന്നാൽ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അതിനെ എക്സിബിറ്റ് ചെയ്യണം, അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെന്ന് പറയുകയാണ്. मगर याकूब के पत्री में हम हमारे विश्वास की जिंदगी में किस प्रकार प्रायोगिक रूप में हम उस विश्वास को जता सकते हैं, दिखा सकते हैं, उसके बारे में कहता है. ഈ ലേഖനം എഴുതുന്ന ആ കാലയളവിൽ കർത്താവിന്റെ സഭ ഈ ഭൂമിയിൽ ഉടലെടുത്തിട്ട് അധികം നാളുകളായില്ല. इस जब पत्री लिख रहा था तब मसीह की कलीसिया इस पृथ्वी में जन्म लेकर अधिक समय नहीं हुआ. സഭ അതിന്റെ ആരംഭ നാളുകളിലാണ്. कलीसिया अपने उसके शुरुआत के आरंभ की समय में है. എന്നാൽ ആരംഭകാലങ്ങളിൽ തന്നെ സഭയിൽ, സഭാജനങ്ങളുടെ ഇടയിൽ പലവിധമായ വിഷമങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഈ ലേഖനം പറയുന്നു. अगर इस पत्री कहता है कि शुरुआत के समय में कलीसिया के बीच में अनेक तकलीफ और अनेक समस्याओं के बीच में से गुजरना पड़ा. നാം നമ്മുടെ ചിന്താ വിഷയമായി ഇന്ന് പകൽക്കാലം ഇവിടെ എടുത്തിരിക്കുന്നത് യാക്കോബ് 4:1 മുതൽ 12 വരെയാണ്. और आज की मनन के लिए हमने याकूब की पत्री 4 अध्याय उसकी 1 से लेकर 12वें वचन तक हमने लिया है. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു വളരെ സിമ്പിൾ ആയിട്ട് അതിനൊരു ഹെഡിങ് നമുക്ക് കൊടുക്കാം. और हम समझ सकते हैं उस प्रकार एक छोटा सा शीर्षक हम उसके लिए देंगे. വഴക്കുകൾ എങ്ങനെ അവസാനിപ്പിക്കാം? हम किस प्रकार लड़ाई और झगड़ों को अंत कर सकते हैं. വിശുദ്ധന്മാരുടെ ഇടയിൽ പലതരം ഡിസഗ്രിമെന്റ്സ് ഉണ്ടായിരുന്നു എന്ന് യാക്കോബ് ഇവിടെ പറയുകയാണ്. और याकूब यहाँ कहता है कि पवित्र जनों के बीच में अनेक प्रकार की बहस होती रहती है. അതിൽ പ്രധാനപ്പെട്ട ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ ഡിസഗ്രിമെന്റ് ആയിരുന്നു ധനവാനും ദരിദ്രനും തമ്മിലുള്ള വൈരാഗ്യം. और उसमें मुख्य एक असहमत बात थी जो धनवान और दरिद्र व्यक्ति के बीच में जो बातें हैं. അതിനെക്കുറിച്ച് യാക്കോബ് പറയുന്ന 2-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ്. उसके बारे में 2 अध्याय उसकी पहला वचन से लेके 9वीं वचन तक हम देखते हैं. ആരാധനയ്ക്ക് വരുന്ന ധനികനായ സമ്പന്നനായ വിശ്വാസിക്ക് ശ്രദ്ധ ലഭിക്കുന്നു, ദരിദ്രനെ ആളുകൾ നെഗ്ലക്ട് ചെയ്യുന്നു. आराधना में आने वाले उस धनी पुरुष को लोग ध्यान देते हैं और जो बेचारा व्यक्ति है उसको कोई ध्यान नहीं देता है. അങ്ങനെ ആയിരിക്കുന്നത് ശരിയല്ല എന്ന് യാക്കോബ് പറയുന്നു. और याकूब कहता है कि ऐसे रहना सही नहीं है. ഒരു ലോക്കൽ ചർച്ചിലെ കൂട്ടായ്മ എന്നത് വസ്ത്രവും സാമ്പത്തിക നിലയും പോലുള്ള ബാഹ്യ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുവെങ്കിൽ ആ സഭ ദൈവഹിതത്തിന് പുറത്താണ്. एक लोकल कलीसिया जो है वो अगर बाहर
के दिखावा और सुंदर कपड़ा वस्त्र पहनने में और सुंदर बातों के और अगर अपना नजर लगाता है तो वो कलीसिया जो है वो दुर्घटना की ओर बढ़ रही है। വിശുദ്ധന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ വഴക്ക് എങ്ങനെയുള്ളതായിരുന്നു? അത് സമ്പന്നരും പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ളതായിരുന്നു. और पवित्र जनों के बीच में पहला जो 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 बहस और लड़ाई इस बात पर थी कि जो संपन्न लोग और जो बेचारे लोग थे उसके बीच की जो भेदभाव की वजह से थी। വിശുദ്ധന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ വഴക്ക് എന്തായിരുന്നു? സഭയിലെ സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ളതായിരുന്നു. पवित्र जनों के बीच में जो दूसरा लड़ाई और झगड़ा किस बात के संबंध में थी? वो कलीसिया के स्थान और जगहों के और उसके संबंध में थी। സഭയിലെ സ്ഥാനമാനങ്ങളെ കുറിച്ച് പരസ്പരം വിശ്വാസികൾ യുദ്ധം ചെയ്യുന്നു. और इस कलीसिया के स्थान और आदर के लिए कलीसिया के लोग विश्वासी आपस में इस प्रकार लड़ाई झगड़ा करते हैं। അവരിൽ പലരും അധ്യാപകരും നേതാക്കളും ആകാൻ ആഗ്രഹിക്കുന്നു. उनमें से अनेक नेता बनने के लिए और बड़े स्थान की इच्छा करते हैं। അവർ ദൈവവചനം പഠിച്ചപ്പോൾ ഉണ്ടായ ഫലം ആത്മീയമായ വളർച്ചയല്ല. और जब परमेश्वर का वचन उन्होंने सीखा तो आत्मिक बढ़ोतरी उस फल वे पा नहीं पाए, മറിച്ച് കലഹങ്ങളും വാദങ്ങളും ആയിരുന്നു. मगर वे बहस और इस प्रकार की बातों पर वे उतर गए। ഓരോ വ്യക്തിയും തന്റെ ആശയങ്ങൾ മാത്രമാണ് ശരിയെന്ന് കരുതി. हर एक व्यक्ति अपना जो बहस है वो सही है करके समझने लगा। അവരുടെ കൂട്ടായ്മകളെ അവരുടെ യോഗങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് യഥാർത്ഥമായ ആത്മീയ സമർപ്പണമല്ലായിരുന്നു. उनके संगतियों को आत्मिक समर्पण कभी चला नहीं पाया, മറിച്ച് അവരുടെ സ്വയത്തിൽ നിന്ന് വന്ന അഭിലാഷങ്ങളായിരുന്നു. मगर उसके विपरीत उनके खुद के अंदर से उत्पन्न हुआ उस अभिलाषाओं के वजह से वो आगे बढ़ रहे थे। ആദ്യത്തെ വഴക്ക് വിശുദ്ധന്മാരുടെ എന്തായിരുന്നു? അത് പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലായിരുന്നു. पहला झगड़ा और बहस जो पवित्र जनों के बीच में जो था वो किस विषय पर था? वो धनी व्यक्ति और बेचारे व्यक्ति के बीच में उनके संपत्ति की वजह से था। രണ്ടാമത്തെ വഴക്ക് സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ളതായിരുന്നു. दूसरा जो झगड़ा था वो स्थान और जगह और उस जगह के लिए था। മൂന്നാമത്തെ വഴക്ക് വ്യക്തിപരമായ വഴക്കുകളാണ്. और तीसरा जो झगड़ा है वो व्यक्तित्व विषयों के संबंध में है। 4-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 11 और 12 वचनों में हम उस प्रकार की बातों को देख सकते हैं। വിശുദ്ധന്മാർ പരസ്പരം തിന്മ സംസാരിക്കുകയും പരസ്പരം വിധിക്കുകയും ചെയ്യുന്നു. और पवित्र जन भाई की बदनामी करते थे और भाई पर दोष लगाते थे। ആമേൻ. പരസ്പരം തിന്മ സംസാരിക്കുന്നു, പരസ്പരം വിധിക്കുന്നു. और आपस में वे दोष लगाते थे और भाई का बदनामी करते थे। ദൈവസഭയെ കുറിച്ച്, ദൈവമക്കളെ കുറിച്ച് അല്ല ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം അതല്ല. परमेश्वर के कलीसिया के बारे में और परमेश्वर के जनों के संबंध में परमेश्वर की इच्छा ये नहीं है। എഫേസ്യ ലേഖനം 4:15 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, അവർ സ്നേഹത്തിൽ ഹൃദയപൂർവം സത്യം സംസാരിക്കേണ്ടവരാണ്. और एफेसियों के पत्री 4 अध्याय 15 वचन हम पढ़ते हैं, वरन प्रेम में सच्चाई से चलते हुए सब बातों में उसमें जो सिर है अर्थात मसीह में वो बढ़ना चाहिए। ആമേൻ. ദൈവമക്കളായ നാം ദൈവവചനമാകുന്ന സത്യം കേട്ട് നാം സ്വതന്ത്രരായവരാണ്. हम जो परमेश्वर के संतान हैं, परमेश्वर के वचन जो सच्चाई है वो सुनकर हम आजाद हो गए हैं। അതുമാത്രമല്ല, തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തിന്റെ സഭ സത്യത്തിന്റെ തൂണാണെന്ന്. और इतना ही केवल नहीं, तिमुथियुस से पौलुस कहता है कि परमेश्वर की कलीसिया जो है वो सच्चाई का खंभा है। യേശു കർത്താവ് തന്നെ കുറിച്ച് തന്നെ പറഞ്ഞു, ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണ്. यीशु मसीह ने अपने खुद के बारे में भी कहा है कि वो सच्चाई की गवाही ठहरने के लिए आया है। ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. मैं ही
मार्ग, सत्य और जीवन हूँ। ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. मेरे सिवाय कोई भी पिता की ओर नहीं पहुंचता है നാം അവനെ അനുഗമിക്കുന്നവരാണ്. और हम उसके पीछे होते हैं, നാം അവനെ ആരാധിക്കുന്നവരാണ്. हम उसकी आराधना करते हैं। ആമേൻ. നമ്മുടെ സംസാരത്തില് സത്യമല്ലാതെ ഒന്നും പാടുള്ളതല്ല. हमारे बोली में केवल सच्चाई के अलावा और कुछ भी नहीं आना चाहिए। ശത്രുതയുടെയും വിമർശനത്തിന്റെയും മനോഭാവത്തില് തിന്മ സംസാരിക്കരുത്. और किसी की आलोचना करने की उस भाव में हम किसी के विरुद्ध बातें नहीं करना चाहिए। വിശുദ്ധന്മാരുടെ ഇടയിലെ വഴക്കിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്. और पवित्र जनों के बीच में झगड़ा का मूल्य कारण यही है। വിശുദ്ധന്മാർ പരസ്പരം യുദ്ധം ചെയ്യുന്നു. पवित्र जन आपस में लड़ते हैं, നേതാവിനെതിരെ നേതാവ്, नेता के विरुद्ध नेता, സഭയ്ക്കെതിരെ മറ്റൊരു സഭ, एक कलीसिया के विरुद्ध दूसरा कलीसिया, ഒരു ഫെലോഷിപ്പിനെതിരെ വേറൊരു ഫെലോഷിപ്പ്, और एक संगति के विरुद्ध दूसरा एक विरुद्ध। ആദിമ നൂറ്റാണ്ടിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. पहले सदी में ये सब इस प्रकार की बातें थी, आजकल के दिनों में ये और बढ़ रही है। ആമേൻ. ഇങ്ങനെ വിശുദ്ധന്മാരുടെ ഇടയിൽ സംഭവിക്കുവാൻ ചില കാരണങ്ങളുണ്ട്. इस प्रकार की बातें पवित्र जनों के बीच में इसलिए होता है, उसका कुछ कारण है। അതിൽ പ്രധാനപ്പെട്ട കാരണമാണ് വിശുദ്ധന്മാർ ദൈവത്തോട് മത്സരിക്കുന്നു എന്നുള്ളത്. और उसका सबसे बड़ा मुख्य कारण यह है कि पवित्र जन परमेश्वर से बलवा करते हैं, ദൈവവുമായി യുദ്ധം ചെയ്യുക. परमेश्वर के विरुद्ध वे युद्ध करते हैं। ആന്തരികവും ബാഹ്യവുമായ ഓരോ യുദ്ധത്തിന്റെയും അടിസ്ഥാന കാരണം ദൈവത്തിനെതിരെയുള്ള മത്സരമാണ്. आंतरिक और बाहर हर युद्ध का कारण परमेश्वर से हम बलवा करने का कारण है। നാം ഒരു വിശ്വാസി എന്ന നിലയിൽ ദൈവത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ്? और हम एक विश्वासी होने के नाते परमेश्वर के विरुद्ध किस प्रकार हम बलवा करते हैं? വളരെ സിമ്പിൾ ആണ്. ദൈവത്തിന്റെ ശത്രുക്കളുമായിട്ട് നാം ഫ്രണ്ട്ഷിപ്പിലായാ മതി. बहुत आराम से हो सकता है, केवल परमेश्वर के दुश्मनों से हम अगर दोस्ती कर लेंगे तो काफी है। ദൈവവുമായി സമാധാനം പുലർത്തണമെങ്കിൽ നാം സൗഹൃദം കൂടാൻ പാടില്ലാത്ത 3 ശത്രുക്കളെ പറ്റി യാക്കോബ് ഇവിടെ പറയുന്നുണ്ട്. और परमेश्वर के साथ अगर हमें मेल मिलाप के साथ आगे बढ़ना है तो परमेश्वर के शत्रु 3 प्रकार के शत्रु से हमें कभी भी दोस्ती नहीं करना चाहिए। യാക്കോബ് 4:4, ജെയിംസ് 4:4. तो उस प्रकार के शत्रु के बारे में याकूब 4:4 में लिखा है। ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. हे व्यभिचारिणियों, क्या तुम नहीं जानती कि संसार से मित्रता करनी परमेश्वर से बैर करना है? सो जो कोई संसार का मित्र होना चाहता है वह अपने आप को परमेश्वर का बैरी बनाता है। ആമേൻ. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കുമെന്ന് യോഹന്നാൻ അപ്പസ്തോലൻ പറഞ്ഞിരിക്കുന്നു. യോഹന്നാ प्रेरित अपने पत्री में कहा है कि परमेश्वर के इच्छा करने वाले खाली ठहरेंगे, इस संसार की बात और उसकी अभिलाषाएं निकल जाएगी। അപ്പോൾ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവന് ദൈവത്തിന്റെ സ്നേഹിതനാകുവാൻ കഴിയത്തില്ല. और जो व्यक्ति इस संसार के मित्र होना चाहता है वो परमेश्वर का मित्र कभी बन नहीं सकता। ഒരു വിശ്വാസി ക്രമേണ ലോകവുമായി ഇടപഴകുകയാണ്. और एक व्यक्ति धीरे धीरे इस संसार से बढ़ा रहा है। ആദ്യം ഉണ്ടാകുന്നത് ഫ്രണ്ട്ഷിപ്പ് ആണ്. सबसे पहले वो मित्र बनता है। ആ ഫ്രണ്ട്ഷിപ്പ് നമ്മെ ലോകത്തിലെ കാര്യങ്ങളെ സ്നേഹിക്കുവാനായി വലിച്ചിഴയ്ക്കും. उस मित्रता के द्वारा हमें इस सांसारिक बातों को प्रेम करने के लिए उस पर उतरने के लिए अंदर इच्छा होती है। ലോകത്തോട് കോംപ്രമൈസ് ചെയ്യുവാൻ അത് കാര്യങ്ങളെ വളരെ ഈസി ആക്കി തരും. और इस संसार की बातों के साथ मिलजुल कर चलने के लिए बातें सब एकदम आसान बना देती है। അതിന്റെ ദുഃഖകരമായ കോൺസിക്വൻസ് ആയിരിക്കും നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടും. और उसके दुख भरी उसके नतीजा यह होगा कि हम संसार के साथ हमें भी शिक्षा या उस दंड सहन करना पड़ेगा। ഈ കാര്യങ്ങളൊക്കെ പുതിയ നിയമ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുവാൻ ധരിപ്പിക്കുവാനാണ് പഴയ നിയമത്തിലെ പല കഥാപാത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട്
അപ്പസ്തോലന്മാർ തങ്ങളുടെ ലേഖനം എഴുതിയത്. और इस बात को नए नियम के विश्वासियों को समझाने के लिए प्रेरितों ने पुराने नियम के अनेक लोगों के बारे में उनका नाम लेकर अपने पत्रियों में लिखा है. ആമേൻ. അതിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ജാതി അല്ലെങ്കിൽ ആ സമൂഹം. और उसमें एक महान नाम है इस्राएल जो जाति है और उस बड़ा झुंड. അവരെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം മോശ മുഖേന വിടുവിച്ചു. फिरौन के उस गुलामी से परमेश्वर ने मूसा के द्वारा उन्हें छुड़ाया. എന്നാൽ അവരുടെ പിൽക്കാല ചരിത്രം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, അവർ ശരീരം കൊണ്ട് മിസ്രയീം വിട്ടവരായിരുന്നു, മനസ്സുകൊണ്ട് അവർക്ക് മിസ്രയീമിനോടായിരുന്നു താല്പര്യം. अगर उनके आगे की दिनों में हम देखते हैं, इतिहास जब हम पढ़ते हैं तो हम समझ सकते हैं कि वे शरीर से तो मिस्र देश को छोड़ दिया था, मगर अपने मनों से वे उस मिस्र देश को नहीं छोड़ा था. അതുകൊണ്ടാണ് അവർ ഏത് വിഷയത്തോടുള്ള ബന്ധത്തിലും മത്സരത്തിനും വിറുവിറുപ്പിനും കലഹത്തിനും ഒക്കെ അവർ നേതൃത്വം കൊടുത്തോണ്ടിരുന്നത്. और इसीलिए कोई भी विषय के संबंध में वे इस प्रकार झगड़ा करने के लिए और अपने अपने बातों को रखने के लिए और इस प्रकार की आलोचना करने के लिए वे अपने आप को सौंपते थे. വിശ്വാസം ഉളവാകുന്നതിന് പകരമായി അതിന്റെ അനന്തരഫലമായി അവരിൽ ഭൂരിഭാഗം പേരും അവിശ്വാസികളായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. विश्वास अपने अंदर उत्पन्न करना चाहिए था, मगर उसके विपरीत उनमें से अधिक लोगों के अंदर अविश्वास उत्पन्न होते रहा. അവർ പിറുപിറുപ്പുകാരായി, और वे गुड़गुड़ाने लगे, അവർ വ്യഭിചാരികളായി, और वे व्यभिचारियां हो गए, അവർ വിഗ്രഹാരാധികളായി, और वे इस प्रकार मूर्ति पूजक बन गए. ആമേൻ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാഞ്ഞിട്ടാണോ? क्या परमेश्वर के आवाज सुनना नहीं इसके कारण ആമേൻ. है? ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ കാണാഞ്ഞിട്ടാണോ? क्या परमेश्वर के अद्भुत कामों को उन्होंने नहीं देखा इस कारण है? ആമേൻ. മനസ്സുകൊണ്ട് അവർക്ക് മിസ്രയീമിനെ വിടുവാൻ കഴിഞ്ഞില്ല. मन से वे उस मिस्र देश को छोड़ नहीं पाए. ആമേൻ. പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് വാണിംഗ് തരുവാനാണ് അവരുടെ ചരിത്രം 1 കൊരിന്ത്യൻസ് 10th ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. और नए नियम के विश्वासी जो हमें चेतावनी देने के लिए उनके इतिहास 1 कोरिन्थी 10वां अध्याय में रचा गया है. ദൈവസഭയ്ക്ക് എഴുതിയ ലേഖനമാണ് കൊരിന്തിയ ലേഖനം. और परमेश्वर की कलीसिया को लिखा गया हुआ कुरिन्थियों की इस पत्री. അത് നമ്മുടെ മുന്നറിയിപ്പിന് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. और वो हम जानने के लिए और हमारी चेतावनी के लिए इस प्रकार की अध्याय लिखा गया है. അടുത്ത ഒരു ക്യാരക്ടറാണ്, പഴയ നിയമത്തിലെ ഒരു ക്യാരക്ടറാണ് ഏശാവ്, ഇസഹാക്കിന്റെ മൂത്ത മകനായ ഏശാവ്. अगला एक व्यक्ति है इसहाक का बड़ा बेटा एसा. അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ ചുരുക്കം വാക്കുകളിൽ പറയുന്നത് എബ്രായ ലേഖനത്തിലാണ്. इब्रानी की पत्री में उसका इतिहास केवल कुछ शब्दों में लिखा गया है. യഹൂദന്റെ വീട്ടിൽ ജനിക്കുന്ന മൂത്ത മകനാണ് ആ വീട്ടിലെ എല്ലാ അവകാശങ്ങൾക്കും അധികാരമുള്ളത്. यहूदी के घर में पैदा होने वाला पहलोटा या उस घर का बड़ा लड़का उस घर का वारिस बनता है. തന്റെ പിതാവിന്റെ അനുഗ്രഹങ്ങളും അവകാശങ്ങളും അവർ കണ്ടിരുന്നത് ദൈവാനുഗ്രഹത്തിന് സമാനമായിട്ടായിരുന്നു. अपने पिता के जो घराने की आशीषें सब परमेश्वर के आशीष के तुल्य वे देखते थे. മൂത്ത മകൻ എന്ന നിലയിൽ ഏശാവിന്റെ ഉത്തരവാദിത്വമായിരുന്നു തന്റെ ആ പദവി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. बड़ा बेटा होने के नाते एसाव का जिम्मेदारी था कि उसके उस पदवी को वो संभाल के रखे. എന്നാൽ ഏശാവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ താൻ അതിനെ എല്ലാം നെഗ്ലക്ട് ചെയ്ത് നിസ്സാരവൽക്കരിച്ച് ടെമ്പററിയായ കാര്യങ്ങൾക്ക് വേണ്ടി തന്റെ അനുജനുമായിട്ട് പോലും താൻ കോംപ്രമൈസ് ചെയ്ത് താൻ അതെല്ലാം കളഞ്ഞു കുളിക്കുന്നു. मगर हम एसाव के बारे में हम सीखते हैं कि वो सारे उस पहलोटा की आशीषों को वो इनकार करते हुए उसको खो देते हुए छोटी छोटी इच्छाओं के लिए और इस अन्य अभिलाषों के प्रति उस प्रकार की महान बातों को इनकार करते हुए अपने छोटे भाई से भी लड़कर दुश्मनता के अनुसार वो आगे बढ़ता है. അനിയൻ ഉണ്ടാക്കിയ രുചികരമായ വായിസത്തിന് വേണ്ടി ജ്യേഷ്ഠൻ ഏശാവ് തന്റെ ബർത്ത് റൈറ്റ് വിറ്റുകൊടുക്കുന്നു. और छोटा भाई ने जो
हीर बनाया, उसके लिए बड़ा भाई अपना उस पहलोटा का स्थान और उसके आशीषों को वो इनकार कर देता है സ്തോത്രം. അല്ലെ തന്റെ പദവിയെ താൻ അവഗണിച്ച് താൻ മുന്നോട്ട് പോവുകയാണ്. और अपने उस स्थान को वो इनकार करते हुए आगे की ओर बढ़ रहा है. യെശാവിന്റെ ചരിത്രം എബ്രായ ലേഖനത്തില് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവസഭയ്ക്ക് ദൈവമക്കൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനാണ്. और इस प्रकार कलीसिया को और पवित्र जनों को चेतावनी के रूप में ईसाऊ का जो इतिहास है इब्रानी की पत्री में पवित्र आत्मा लिख कर रखा है. ആമേൻ. ദൈവസന്നിധിയിലെ നമ്മുടെ നില, നമ്മുടെ പൊസിഷനെ നാം കാത്തു സൂക്ഷിക്കണം. परमेश्वर के सन्मुख में हमारे स्थानों को हमें संभालना है. അല്ലെ ദൈവസഭ എന്ന നിലയിൽ നാം കർത്താവിന്റെ മണവാട്ടിയാണ്. परमेश्वर के कलीसिया के रूप होते हुए हम मसीह के उस दुल्हन है. ആമേൻ. ആരാധനയോടുള്ള ബന്ധത്തില് അല്ലെ പുതിയ നിയമസഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയമാണ്. आराधना के संबंध में नए नियम की जो कलीसिया है वो परमेश्वर का भवन है. ആമേൻ. പരിശുദ്ധാത്മാവാണ് സഭയെ പണിയുന്നത്. ആ പണിയുടെ പശ്ചാത്തലത്തിൽ നാം ഓരോരുത്തരും ആരാണ്? ജീവനുള്ള കല്ലുകളാണ്. पवित्र आत्मा कलीसिया को बनाती है और उस बनावट के संबंध में हम सब एक एक व्यक्ति कौन है? हम सब जीवन वाली पत्थर है. യേശു ക്രിസ്തു ആ വീടിന്റെ ആ ഭവനത്തിന്റെ മൂലക്കല്ലാണ്. और यीशु मसीह जो है उस भवन का मूल पत्थर है. ആമേൻ. ഏക ആത്മാവിനാലാണ് പണിയുന്നത്. एक आत्मा के द्वारा बनाया जा रहा है. ആമേൻ. കർത്താവ് സഭയുടെ മണവാളനാണ്, സഭ മണവാട്ടിയാണ്. और मसीह जो है वो कलीसिया के दुल्हा है और हम जो कलीसिया है वो मसीह के दुल्हन है. ആമേൻ. കർത്താവ് തന്റെ മണവാട്ടിക്ക് കൊടുത്തിരിക്കുന്ന ഉടുപ്പിന്റെ കളർ അത് വെള്ളയാണ്, വെള്ള ഉടുപ്പാണ്. मसीह ने अपने दुल्हन को जो वस्त्र दिया है उसका रंग जो है वो श्वेत है. അത് കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട്, ഓരോരുത്തർക്കുമുണ്ട്. और उसका रंग जो श्वेत है उसे संभालने की जो जिम्मेदारी हर एक व्यक्ति के ऊपर है, कलीसिया के ऊपर निर्भर है. സഭ ലോകത്തിലാണ്, പക്ഷേ സഭയ്ക്കകത്ത് ലോകം പ്രവേശിക്കുവാൻ പാടുള്ളതല്ല. कलीसिया जो है वो संसार में है मगर संसार कलीसिया के अंदर प्रवेश नहीं करना चाहिए. ആമേൻ. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. संसार और उसकी अभिलाषाएं निकल जाएगी. ഒരു വിശ്വാസി ക്രമേണ ലോകവുമായി ഇടപഴകുന്നു. और एक विश्वासी देखिए धीरे धीरे इस संसार के साथ मेल मिलाप में चल रहा है. ഇത് ഗ്രാജുവലി നടക്കുന്ന കാര്യമാണ്. ഇത് മനസ്സിലാണ് ആദ്യം തുടങ്ങുന്നത്. और ये धीरे धीरे होने वाली एक प्रक्रिया है, मन में शुरू होती है. ഈ ലോകം അല്ലെങ്കിൽ ഈ കോസ്മോസ് എന്ന് പറയുന്നത് ദൈവത്തിന് ഹിതത്തിനെതിരായി നിൽക്കുന്ന ലോകം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ശത്രുവാണ്. और ये जो संसार जो है और ये जो पृथ्वी जो है ये पूरा परमेश्वर के विरुद्ध खड़ा रहने वाली एक सामर्थ्य है. ഈ ലോകത്തെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. और यूहन्ना प्रेरित ने अपने पत्री में इस प्रकार कहा है कि सारा खंड जो है वो परमेश्वर के दुष्ट के अधीन में रहती है. അല്ല, ദൈവസഭയുടെ ഉത്തരവാദിത്തമാണ് ലോകം, ജഡം, പിശാച് ഇതിനെ മൂന്നിനെയും ജയിക്കുക എന്നുള്ളത്. और परमेश्वर की कलीसिया की जिम्मेदारी है यह है कि संसार और शरीर और इस शैतान पर हम प्रबल हो जाए. ഈ ലോകത്തിന്റെ അധികാരി പിശാചാണ്. और इस संसार की जो अधिकारी जो है वो शैतान है. ലോകത്തിന്റെ പ്രഭു എന്നാണ് കർത്താവിനെ വിളിച്ചത്. और इस संसार का प्रभु करके मसीह ने उसे पुकारा है. നമ്മുടെ കർത്താവിനെ പരീക്ഷിക്കാൻ വന്നപ്പോൾ പിശാച് ഇത് നേരിട്ട് പറയുന്നു. और जब हमारे मसीह को जब परखने आया तब शैतान ने सीधे इस बात को कहा, ഇതെല്ലാം എന്റെ കയ്യിൽ തന്നിരിക്കുകയാണ്, ആരെന്നെ വണങ്ങുന്നുവോ ഞാൻ അവന് കൊടുക്കാമെന്ന് പറയുന്നു. ये सारे बातें मेरे अधीन में दिया हुआ है और जो मुझे दंडवंत करेगा उसे मैं इन सारे बातों को दे दूंगा. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പരീക്ഷിക്കുവാൻ അവൻ മടി കാണിക്കാത്തവനാണെങ്കിൽ നമ്മളെ എത്രയധികം അവൻ പരീക്ഷിക്കും. हमारे मसीह को अगर परखने के लिए उसने कोई बात नहीं छोड़ा है तो हमें कितना अधिक वो परखेगा.
ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പാപമറിയാത്തവനാണ്, അവൻ പാപത്തിൽ ജനിച്ചവനല്ല. എന്നിട്ടും ആ പിശാച് നമ്മുടെ കർത്താവിനെ പരീക്ഷിക്കുവാനായി അവൻ ഒരു മടിയും കാണിച്ചില്ല. हमारे मसीह पाप नहीं जानते थे, ना वो पाप में जन्मा था। उस प्रकार के हमारे मसीह को भी अगर उसकी परीक्षा लेने के लिए शैतान ने कोई भी कदम नहीं छोड़ा है, तो हमारी परीक्षा लेने के लिए वो कितना अधिक काम करेगा। ജാഗ്രതയുള്ളവരായിരിക്കണം. हम जागरूक रहे। ആമേൻ. ദൈവസന്നിധിയിലെ നമ്മുടെ നിലയെ നാം കാത്തു സൂക്ഷിക്കണം. परमेश्वर के सामने हमारे उस स्थान को, हमारे स्तर को हम संभाल के रखना चाहिए। യേശാവും യാക്കോബും ജനിക്കുന്നതിന് മുമ്പേ അവരെ കുറിച്ചുള്ള ഭാവി, അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിർണയങ്ങൾ ദൈവം റിബേക്കയോട് പറഞ്ഞിരുന്നു. एसाव और याकूब जन्म होने से पहले ही उनके बारे में, उनके भविष्य के बारे में परमेश्वर ने रेबेका से कहा था। നിന്റെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങൾ ഉണ്ടാകും. और आपके कोख में 2 बच्चे उत्पन्न होंगे। ആമേൻ. മൂത്തവൻ ഇളയവനെ സേവിക്കും. और बड़ा जो है वो छोटा को सेवा करेगा। ആമേൻ. എന്നാൽ ഹല്ലേലൂയ, യേശാവ് ജനിച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ യേശാവിന് നല്ല തീരുമാനമെടുക്കാമായിരുന്നു. താൻ അറിവുള്ളവനായിരുന്നു, താൻ ജ്ഞാനമുള്ളവനായിരുന്നു. തന്റെ നിലയും വിലയും താൻ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ടായിരുന്നു. मगर एसाव देखिए, जब पैदा हो गया तब वो अपने उस स्थान को संभाल सकता था। उसे अच्छा ज्ञान था, हर बातों के बारे में वो बराबर ज्ञानकारी व्यक्ति था। अपने उस पेलोटा की उस स्थान को वो संभाल कर रख सकता था। ദൈവവചനത്തിന്റെ കൃത്യമായ അറിവ്, സിസ്റ്റമാറ്റിക്കൽ നോളജ് നമ്മെ ആരാക്കി തീർക്കണം, എന്താക്കി തീർക്കണം. ദൈവസന്നിധിയിലെ നമ്മുടെ നിലയും വിലയും കാത്തു സൂക്ഷിക്കുവാൻ അത് നമ്മെ പ്രാപ്തരാക്കണം. परमेश्वर के वचन के बारे में उस ज्ञान और परमेश्वर के वचन की उस समझ हमें व्यक्ति की ओर बदलना है। हमें उस परमेश्वर के सामने, परमेश्वर की इच्छा के अनुसार जो हमारे स्थान है और जो स्तर है, उससे संभालने की उस अवस्था की ओर हमें बदलना चाहिए। നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പിനെയും ഒന്ന് ഓർത്തു നോക്കിക്കേ. हमारे बुलावट और हमारे उस चुने जाने की उस अवस्था को जरा याद करिए। നമ്മളെ എന്തിനാണ് തെരഞ്ഞെടുത്തത്? हमें क्यों चुना गया है? നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. आप इस संसार के लोग नहीं बने, इसलिए मैंने तुम्हें चुना है। ആമേൻ. നാം ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരാണോ? क्या हम इस संसार के लिए जिंदगी जीते हैं? ഈ ലോകത്തിന്റെ ഭാവിയിൽ നമുക്കെന്ത് കാര്യം? इस संसार की भविष्य में हमें क्या करना है? ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഭാവി, നമ്മുടെ ഹല്ലേലൂയ സുരക്ഷിതത്വം ഇവിടെയല്ല. हमारा भविष्य जो है, हमारा सुरक्षित इस संसार में नहीं है। ലോകത്തോടുകൂടെ ഒരിക്കലും ശിക്ഷാവിധിയിൽ നാം അകപ്പെടരുത്. संसार के साथ कभी भी हमें दंड में नहीं फंसना चाहिए। നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പഴയ നിയമത്തിലെ ഒരു കഥാപാത്രത്തിന്റെ കാര്യം പറഞ്ഞു. അത് നമുക്ക് വളരെ പരിചയമുള്ള ഒരു സ്ത്രീയാണ്, ലോത്തിന്റെ ഭാര്യ. हमारे मसीह ने पुराने नियम के उस लोथ के पत्नी के बारे में कहा था, जो हम सब हमारे परिचित। ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീ. लोथ की उस पत्नी को याद कर लीजिए। ആമേൻ. ദൈവത്തിന്റെ ദൂതൻ അവരെ കുടുംബമായി അവിടെ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. പുറകോട്ട് നോക്കരുത്, അവിടെ നിൽക്കരുതെന്ന് പറഞ്ഞതാണ്. परमेश्वर का स्वर्गदूत उनको खींचकर वहां से बाहर निकाल के ले चल रहा है। पीछे नहीं मुड़ के देखना करके बार बार उन्हें कहकर वहां से निकालने की कोशिश कर रहा है। അവരെ പുറത്തു കൊണ്ടുപോയിട്ട് വേണം ദൈവത്തിന് ആ പട്ടണങ്ങളെ ന്യായം വിധിക്കുവാൻ. वहां से उस शहर में से उन्हें बाहर निकलने के बाद, उनको बाहर निकालने के बाद परमेश्वर को उस शहर का विधि करना है। എന്നാൽ ഇവൾക്ക്, ആ ലോത്തിന്റെ ഭാര്യയ്ക്ക് ഇതൊരു കളിതമാശയായിട്ടാണ് തോന്നിയത്. अगर देखिए, लोथ के पत्नी ने इसे एक हंसी मजाक के रूप में ले लिया। അവൾ ഇത്രത്തോളം സമയം താമസിച്ച ആ പട്ടണത്തെ അവൾക്ക് മറക്കുവാൻ കഴിയുന്നില്ല. इतने लंबे समय तक उस जिस शहर में वो रहती थी, उस शहर को वो भूल नहीं पाई। അവൾ തിരിഞ്ഞു നോക്കി, ഉടൻ തന്നെ അവൾ ഉപ്പുതൂണായി പോയി. और उसने पीछे मुड़ के देखी, तुरंत देखिए नमक का एक पुतला वो बन गई। ഓ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവളെ കുറിച്ച് പറയുവാൻ കാരണം എന്താണ്? हमारे मसीह ने उसके बारे में क्यों कहा?
ആമേൻ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. हमें चेतावनी दे रहा है। ആമേൻ ദൈവസഭയെ ദൈവമക്കളെ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. हे परमेश्वर के जन, परमेश्वर की कलीसिया लोत की पत्नी को याद कर ले। സോദോം ഗൊമോറ പട്ടണങ്ങളെ ദൈവം ഉന്മൂലനാശം ചെയ്യിച്ചതുപോലെ ദൈവത്തിന്റെ ന്യായവിധി, ദൈവത്തിന്റെ കോപമാണ് ഈ ലോകത്തിന്മേൽ വരാൻ പോകുന്നത്. इस प्रकार सोदोम और गोमोरा को परमेश्वर ने नाश किया है, उसी प्रकार परमेश्वर का क्रोध इस संसार की ओर बरसना बाकी है। ഹല്ലേലൂയ. ലോകം എനിക്ക് വേണ്ട, ലോകത്തിൽ ഒന്നും വേണ്ട. संसार मुझे नहीं चाहिए और संसार की बातों मुझे नहीं चाहिए। മലയാളത്തിൽ അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട പാട്ടുണ്ട്. എഴുത്തുകാരൻ ആ പാട്ടുകാരൻ തന്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയതാണ്. और मलयालम में इस प्रकार की पंक्तियों का एक अच्छा गीत है। लेखक ने, अपने गीतकार ने उस अपने जिंदगी के अनुभव के द्वारा उस गीत को रचा है। ലോകം എനിക്ക് വേണ്ട, ലോകത്തിൽ ഒന്നും വേണ്ട എന്ന് പൂർണ്ണമായി സമ്മതിക്കുന്നവർ എത്ര പേര് ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്? मैं संसार का नहीं हूँ और संसार की कोई बातों को मैं नहीं चाहता हूँ करके इच्छा रखने वाले कितने जन आज हमारे झुंड में हैं। ആമേൻ. അനേകരുടെയും പ്രാർത്ഥനയും ആരാധനയും ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. अनेक जन के प्रार्थना और इच्छा इस संसार की बातों में टिकी है। ഇവിടെ സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ടിയാണ്. यहाँ सुरक्षित रीति से जीने के लिए चाहते हैं। ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കാൻ വേണ്ടിയാണ്. यहाँ की बातें एकदम सुंदर रीति से चलाने के लिए चाहते हैं। അവൻ അക്കര നാട്ടിൽ പോകുവാൻ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർ എത്ര പേരുണ്ട്? उस पार के उस देश में जाने के लिए कितने जन उम्मीद के साथ, इंतजार के साथ रहते हैं। അവൻ അടുത്ത ദൈവത്തിന്റെ ശത്രു എന്ന് പറയുന്നത് ജഡമാണ്. ജഡം. अगला जो परमेश्वर का दुश्मन जो है वो शरीर है। ആമേൻ. ജഡം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ആദാം ഹവ്വ ദമ്പതിമാരിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച ആ പഴയ മനുഷ്യൻ ഓൾഡ് മാൻ ആണ്. और शरीर के अर्थात यहाँ क्या उद्देश्य रखता है? हमें आदम और हव्वा के उधर से मिला हुआ उस पुराने मनुष्य के बारे में यहाँ कहते हैं। അത് പാപം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. वो हमें पाप करने के लिए हमें प्रेरणा देती है। ജഡം ശരീരമല്ല. जड़ जो है वो शरीर के बारे में नहीं कहता है। നമ്മുടെ ശരീരം അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്നത് ഇത് ന്യൂട്രലാണ്. ന്യൂട്രലാണ്. हमारे जो शरीर जो है वो इस प्रकार कोई भी पक्ष नहीं लेता है। ഈ ശരീരത്തെ രണ്ടു പേർക്ക് ഉപയോഗിക്കാം. हमारे जो शरीर है वो दो लोग उपयोग कर सकते हैं। ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ പിശാച്. या तो परमेश्वर नहीं तो शैतान। ആമേൻ. അതുകൊണ്ടാണ് ജഡത്താൽ ജനിച്ചത് ജഡമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞത്. और इसीलिए हमारे मसीह ने कहा जो शरीर से उत्पन्न हुआ वो शरीर है। നീ വീണ്ടും ജനനം പ്രാപിക്കണമെന്ന് നിക്കോദിമോസിനോട് പറഞ്ഞതുകൊണ്ടാണ്. और इसीलिए निकोदिमोस से कहा कि तुझे फिर जन्म लेना जरूरी है। വെള്ളത്താലും ആത്മാവിനാലും നീ ജനിക്കണം. पानी और आत्मा से तुझे जन्म लेना है। അപ്പോൾ നാം ജഡത്തിനായി ജീവിക്കുന്നവരല്ല. ജഡത്തിനായി ജീവിക്കുക എന്നാൽ നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കുന്നവരായി തീരും. हम शरीर में जीते हैं मगर शरीर के लिए नहीं जीना चाहिए। हम शरीर में जीते समय अगर हम शरीर के लिए जिएंगे तो हमारे अंदर निवास करने वाला उस पवित्र आत्मा को हम प्रेरित करेंगे, दुख पहुंचाएंगे। നാം എല്ലാവരും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാണ്. हम सब मसीह में नए सृष्टि हैं। എന്നാൽ ഈ പഴയ സ്വഭാവം നമ്മിലുണ്ട്. मगर इस पुराने स्वभाव और आदत हमारे अंदर है। ഈ പഴയ സ്വഭാവത്തെ നാം ക്രിസ്തുവിനോടുകൂടെ യാത്ര ചെയ്ത് അതിനെ നാം മരിപ്പിക്കണം. हम इस पुराने स्वभाव को मसीह के साथ चलकर उस पुराने स्वभाव को मारना है, खत्म करना है। അതിന് സമ്പൂർണമായ സമർപ്പണം ആവശ്യമാണ്. उसके लिए पूरी तौर से समर्पण करना जरूरी है। പഴയ സ്വഭാവത്തെ പ്രീതിപ്പെടുത്തുക എന്നാൽ ദൈവത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക എന്നതാണ്. और पुराने उस बातों को, स्वभावों के विरुद्ध अगर हमें उसके साथ अगर हमें मेल मिलाप के साथ अगर हम जा रहे हैं तो हम परमेश्वर के साथ दुश्मनी को पैदा कर रहे हैं। ആമേൻ. അതിന് നമുക്ക് അനുതാപവും പശ്ചാത്താപവുമുള്ള ഹൃദയം ആവശ്യമാണ്. और उसके लिए हमें पश्चाताप और मन फिराने की एक हृदय की जरूरी है। ഞാൻ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കയില്ലായിരുന്നു. अगर मैं मेरे हृदय में
गलतियों को संभाल के रखता होता तो परमेश्वर मेरे प्रार्थना को नहीं सुनता। ആമേൻ. അപ്പോൾ അല്ല പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ, ആരാധനയ്ക്ക് കൂടി വരുമ്പോൾ അല്ല നമ്മോട് ഇടപെടുന്ന ദൈവാത്മാവിന്റെ ഇടപെടലുകൾ നാം കൃത്യമായി തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. और जब हम प्रार्थना करने के लिए बैठते हैं, आराधना करने के लिए इकट्ठा होते हैं, तो हमसे व्यवहार करने वाली उस परमेश्वर की, उस आत्मा की शब्दों को हमें पहचानना जरूरी है। നാം ആരാധിക്കുന്ന ദൈവം മഹാദയയുള്ള ദൈവമാണ്. हम उस परमेश्वर की आराधना करते हैं जो महाकरुणामय है। ആമേൻ. അവൻ സ്നേഹത്തിന്റെ ഉറവിടമാണ്. और वो प्रेम का स्रोत है। എന്റെ ചെറിയ ചിന്തയിൽ, എന്റെ ഭാവനയിൽ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഈ ലൂസിഫർ അല്ലെങ്കിൽ ഈ സാത്താൻ പോലും ദൈവത്തിന്റെ മുമ്പാകെ വീണ് കിടന്ന് കരഞ്ഞിരുന്നുവെങ്കിൽ അവനെ കൈക്കൊള്ളത്തില്ലായിരുന്നോ? मेरे छोटे विचार में और छोटी सोच में मैंने अक्सर इस प्रकार सोचा है कि लूसीफर अगर परमेश्वर के सामने रोया होता तो क्या परमेश्वर उसे अपनाया नहीं होता? ആമേൻ. നമ്മുടെ ദൈവമാരിൽ ദയയും കരുണയും ഉള്ളവനാണ്. हमारा परमेश्वर दया दिखाने वाला और बड़ा करुणामय परमेश्वर, കൈവിടാത്തവനാണ്. वो कभी हमें त्यागता नहीं है। ആമേൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല. मैं कभी भी तुझे छोड़ूंगा नहीं, कभी त्यागूंगा नहीं। ആമേൻ. നമുക്ക് അക്ഷരീകമായി ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല, എന്നാൽ നാം ആത്മാവിൽ അവന്റെ സാന്നിധ്യം ഇപ്പോൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. हम हमारे आंखों से परमेश्वर को कभी देख नहीं सकते हैं, मगर उसके उस उपस्थिति को हम हर दिन प्रतिदिन महसूस करते रहते हैं। ഞാൻ എന്റെ വാക്കുകൾ വേഗത്തിൽ നിർത്താൻ പോകുന്നു. അവസാനത്തെ ദൈവത്തിന്റെ ശത്രുവാണ് ഡെവിൾ, സാത്താൻ. और मैं मेरे बातों को जल्दी बंद करना चाहता हूँ। आखिरी जो परमेश्वर का दुश्मन है वो शैतान है। ആമേൻ. സാത്താന്റെ ഏറ്റവും വലിയ പാപം എന്തായിരുന്നു? നിഗളം അല്ലെങ്കിൽ പ്രൈഡ് ആയിരുന്നു. പ്രൈഡ്. शैतान का सबसे बड़ा गलती अथवा पाप क्या था? घमंड की बातें थी। ആമേൻ. ദൈവമക്കൾക്കെതിരായി, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെതിരായി അവൻ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അല്ലെങ്കിൽ പ്രഖ്യാപിക്കുമ്പോൾ അവൻ ഉപയോഗിക്കുന്ന ആയുധമാണ് നിഗളം അല്ലെങ്കിൽ പ്രൈഡ്. और जब परमेश्वर के विरुद्ध वो युद्ध का ऐलान करता है, परमेश्वर के जनों के विरुद्ध जब वो युद्ध करता है, तब वो अपने घमंड से करता है, उस गर्व से उत्पन्न होता है। വീഴ്ചയ്ക്ക് മുമ്പേ ഗർവം. गिरावट से पहले एक गर्व। നമ്മുടെ ദൈവം ഗർവികളെ എതിർത്ത് നിൽക്കുന്നു. हमारे परमेश्वर जो है वो घमंड करने वालों के विरुद्ध खड़ा रहता है। യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. परमेश्वर ऊंचे स्थान में रहता है, ऊंचा परमेश्वर है, मगर वालों को वो ध्यान रखता है। നാം താഴ്മയുള്ളവരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. परमेश्वर चाहता है कि हम नम्र मन वालों बने। എന്നാൽ സാത്താന്റെ ആഗ്രഹം അതിന്റെ വിപരീതമാണ്. अगर शैतान उसके विरुद्ध इच्छा रखता है, നാം നിഗളിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. वो चाहता है कि हम घमंडी बने। ആമേൻ. ഇന്ന് നമ്മുടെ സഭകളിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇത് തന്നെയാണ്. आजकल हमारे हर कलीसियाओं का समस्या और उसका कारण, समस्याओं का कारण यही है। ഈഗോ ക്ലാഷുകൾക്ക് കാരണം അതാണ്. इस प्रकार गर्व और घमंड रहने की बातें यही है। ആമേൻ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലെങ്കിലും നമ്മുടെ സഭകൾ പാഠങ്ങൾ പഠിച്ചാൽ നന്നായിരിക്കും. इन दिनों में कम से कम अगर हमारे कलीसियाएं नए पाठों को सीख लिया होता तो अच्छा होता। അനേകർ തങ്ങളുടെ ശുശ്രൂഷയെ കളഞ്ഞു കുളിച്ചത് ഈ നിഗളം നിമിത്തമാണ്. अनेक सेवकों ने अपने सेवकाई को खो दिया इस घमंड और अहंकार के वजह से। നല്ലവരായ ധാരാളം ആളുകൾ ചീത്തയായത് ഈ നിഗളം നിമിത്തമാണ്. इस अहंकार और घमंड की वजह से अनेक अच्छे लोग इस प्रकार बुराई में फंस गए। ആമേൻ. ക്രിസ്തീയ പ്രവർത്തകർക്ക് വളരെയധികം സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് നിമിത്തം ദൈവത്തിന്റെ മഹത്വം അപഹരിക്കപ്പെടുകയാണ്. मसीह के सेवकाई में लगे रहने वाले लोगों को अनेक प्रकार की स्थान और जगह मिलने के वजह से परमेश्वर की नाम इस प्रकार महिमा जो है वो नष्ट हो रहा है। ആമേൻ. ദൈവത്തിന് കൊടുക്കേണ്ടത് വേറെ ആർക്കും കൊടുക്കരുത്. परमेश्वर को जो देना है वो और किसी को नहीं देना चाहिए। ആമേൻ. മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം സ്വീകരിപ്പാൻ അവൻ മാത്രം യോഗ്യൻ. और सारे आदर, महिमा और गौरव स्वीकार करने के लिए केवल वही योग्य है। കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടവൻ. मेमना
तू वध किया गया हुआ है നീ യോഗ്യൻ, നീ യോഗ്യൻ. और तू केवल योग्य है, तू केवल योग्य है। ഹല്ലേലൂയ, സ്തോത്രം. ആരാധന എന്ന് പറഞ്ഞാൽ അതല്ലേ? അല്ല, നീ യോഗ്യൻ. ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമല്ലയോ? आराधना अर्थात यही है ना, परमेश्वर को हम जो देते हैं उस महिमा है। എന്നെയും എന്റെ കുടുംബത്തെയും ഓർക്കുവാൻ അടിയൻ എന്തുള്ളൂ? मुझे और मेरे परिवार को तू याद करता है, इसके कारण मैं क्या हूँ? ഹല്ലേലൂയ, ഞാൻ എന്തുള്ളൂ? हम क्या है? നീ എന്നെ എന്തിനാണ് വിചാരിച്ചത്? तू हमारे लिए क्यों विचार किया? ഹല്ലേലൂയ, നീ എന്നെ ഇത്രയധികം വിചാരിക്കുവാൻ, ഓർക്കുവാൻ ഞാൻ ആരാണ്? इतना अधिक तू हमें याद करने के लिए, हमारे बारे में विचार करने के लिए हम क्या लायक हैं? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, എല്ലാ മഹത്വവും മാനവും ആമേൻ നമ്മുടെ കർത്താവിന് മാത്രം. सारे आदर और महिमा केवल हमारे मसीह के होने पाए। ആമേൻ. ഒരു വിഷയത്തിലും നമ്മുടെ ഹൃദയത്തിൽ അല്ല നിഗളം അല്ല കടന്നു വരാതിരിക്കുവാൻ അത് നമ്മെ സഹായിക്കും. कोई भी विषय के संबंध में हमारे हृदय के अंदर घमंड नहीं आने के लिए इस प्रकार की विचार हमें सहायता करेगी। ഈ മൂന്ന് ശത്രുവിനെ നാം തോൽപ്പിക്കണം. इस 3 दुश्मनों को हमें हराना है। ലോകം, ജഡം, പിശാച്. इस संसार, इस शरीर और शैतान। സഭയുടെ ഉത്തരവാദിത്തമാണത്. कलीसिया की जिम्मेदारी है ये। അല്ല, ജയിക്കുന്നവന് അല്ല എന്നോട് കൂടെ ഇരിക്കുവാൻ ആലിൽ അവസരം കൊടുക്കുമെന്ന് കർത്താവ് പറഞ്ഞു. जो विजेता है उसे मेरे साथ बैठने का मौका मैं दूंगा करके मसीह ने कहा। ഞാൻ അവന് വെള്ള ഉടുപ്പ് കൊടുക്കും. और मैं उसे श्वेत वस्त्र दूंगा। ഹല്ലേലൂയ. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന നിലകളെ അല്ല നമുക്ക് സ്മരിക്കാം. परमेश्वर ने जिस स्थानों में हमें रखा है उन बातों को हम याद करेंगे। നാം ലോകപ്രകാരം ഒരുപക്ഷെ ആരുമല്ലായിരിക്കാം. हो सकता है हम सांसारिक रीति से कोई बड़े ये व्यक्ति नहीं होंगे। മറ്റുള്ളവരോട് കിടപിടിക്കുവാൻ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലായിരിക്കാം. औरों के साथ तुलना के लायक कुछ बात हमारे अंदर हो सकता है नहीं होगा। ആമേൻ. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമ്മോട് കാണിച്ചിരിക്കുന്നു. मगर देखिए, हम परमेश्वर के संतान करके कहलाए जाने के लिए पिता ने हमारे ऊपर कितना बड़ा प्रेम बरसाया है। ദൈവമക്കളാകുവാൻ അവൻ നമുക്ക് അധികാരം തന്നിരിക്കുന്നു. परमेश्वर के संतान कहलाने के लिए उन्होंने हमें अधिकार दिया है। സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരവും നമുക്ക് തന്നിരിക്കുന്നു. स्वर्ग और पृथ्वी के सारे अधिकार को उन्होंने हमें दिया है। ആലയിലെ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല എന്ന് ദൈവസഭയെ കുറിച്ചാണ് പറഞ്ഞത്. आधोलोक के फाटक उस पर प्रबल नहीं होगा करके परमेश्वर की कलीसिया के बारे में कहा गया है। നാം ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് അല്ല വിശ്വാസത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. और इस परिस्थितियों का हम सामना कर हमारे विश्वास की जिंदगी के लिए हम युद्ध लड़ते रहना है। നമുക്ക് നമ്മുടെ കർത്താവിന്റെ ചിറകിന്റെ മറവിൽ അഭയം പ്രാപിക്കാം. हम हमारे मसीह के पंखों के तले शरण पाएंगे। നമ്മുടെ പ്രാർത്ഥനയിലും ആരാധനയിലും കൂട്ടായ്മയിലും ഒരു കുറവും വരുത്താതെ വണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. हमारे प्रार्थना में, संगति में और वचन की मनन में कोई भी कमी नहीं आते हुए और आगे बढ़ने के लिए पवित्र आत्मा हमें सहायता करे। ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരത്തിനായി നമുക്ക് കാത്തിരിക്കാം. परमेश्वर ने खुद हमारे लिए तैयार किया हुआ उस नगर के लिए हम इंतजार करेंगे, बाट होंगे। ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകത്തില്ല. आकाश और पृथ्वी हट जाएगी मगर परमेश्वर का वचन जो है वो कभी नहीं ഓ, हटेगी। പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. एक नया आकाश और एक नया पृथ्वी मैंने देखा। ദൈവം സകലത്തിനെയും പുതുതാക്കുവാൻ പോകുന്നു. परमेश्वर हर बात को नया करने वाला है। ആമേൻ. അതിനായി നമുക്ക് കാത്തിരിക്കാം, പ്രത്യാശിക്കാം. उसके लिए हम इंतजार करेंगे और हम आशा रखेंगे। ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर इन वचनों के द्वारा हमें आशीष दे।